ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കുറേ അവസരങ്ങളിലായി നമ്മളുടെ സുദീർഘമായൊരു വിഷയം ചിന്തിച്ചും ധ്യാനിച്ചും വരികയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ കാണും, യഥാസ്ഥാനപ്പെടുവീൻ. ഇരുന്ന സ്ഥാനത്ത് നിന്ന് മാറിപ്പോയി, ഇരുന്ന് ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോയി, ഇരുന്ന് ആധ്യാത്മികമായ തേജസ്സിൽ നിന്ന് മാറിപ്പോയി, ഇരുന്ന പദവിയിൽ നിന്ന് മാറിപ്പോയി. യഥാസ്ഥാനപ്പെടുവീൻ. മുമ്പത്തെ സ്ഥാനമാനങ്ങളിലേക്ക്, പദവികളിലേക്ക്, ഇരിപ്പിടങ്ങളിലേക്ക് നാം തിരികെ ചെല്ലുക. യഥാസ്ഥാനപ്പെടുവീൻ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് റീബിൽഡിങ് ഓഫ് ദ ടെമ്പിൾ അറ്റ് ജെറുസലേം. യെരുസലേമിലെ ആ ദൈവാലയം പുതുക്കി പണിയുന്നു. നഷ്ടപ്പെട്ടു പോയിരുന്ന ദൈവാലയം പുതുക്കി പണിയുന്നു. റീബിൽഡിങ് ഓഫ് ദ ടെമ്പിൾ, ദൈവാലയം പുതുക്കി പണിയുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമായിരിക്കും, പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, 4 ലോക സാമ്രാജ്യങ്ങൾ ഓരോ കാലങ്ങളിലുണ്ടായിട്ടുണ്ട്. 4 ലോക സാമ്രാജ്യങ്ങൾ. ആദ്യം ബാബിലോണിയൻ സാമ്രാജ്യമാണ്. വിശ്രുതമായ ബാബിലോണിയൻ സാമ്രാജ്യം, ഇന്നത്തെ ഇറാഖിൻ്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ബാബിലോണിയൻ സാമ്രാജ്യം, അസീറിയൻ സാമ്രാജ്യം എന്നൊക്കെ പറയാം. ബാബിലോണിയൻ സാമ്രാജ്യം, അശ്ശൂർ എന്ന് വേദത്തിൽ പലപ്പോഴും പറയുന്നുണ്ടെന്ന് അറിയാമല്ലോ. ബാബിലോണിയൻ സാമ്രാജ്യം അന്ന് വളരെ പ്രതാപത്തിലായിരുന്ന കാലത്ത് അവിടെ ചക്രവർത്തി നെബൂഖദ്നേസർ രാജാവായിരുന്നു. നെബൂഖദ്നേസർ രാജാവ് ഈ യെരുസലേമിൽ ചെന്ന് യെരുസലേമിനെ ആക്രമിച്ച് യെരുസലേമിൽ സ്ഥാപിച്ചിരുന്നതായി മനോഹരമായ ദൈവാലയം തകർത്ത് കളഞ്ഞു. ദേവാലയം തകർത്തു. ദൈവാലയത്തിലെ വിശുദ്ധ ഉപകരണങ്ങൾ എല്ലാം ബാബിലോണിയയിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ദേവാലയത്തിൻ്റെ മതിലും കൂടി തകർത്ത് കളഞ്ഞു. ദേവാലയത്തിലുണ്ടായിരുന്ന യാഗപീഠവും തകർത്ത് കളഞ്ഞു. ബാബിലോണിയൻ സാമ്രാജ്യത്തിന് ശേഷം പിന്നെ വന്നത് പേർഷ്യൻ സാമ്രാജ്യമാണ്. നെബൂഖദ്നേസർ രാജാവിൻ്റെ പരാക്രമമുള്ള കാലത്തിന് ശേഷം പിന്നെ വന്ന രാജാവ് ബേൽശസ്സർ രാജാവ് തീരെ ദുർബലനായിരുന്നു. ബേൽശസ്സർ രാജാവിൻ്റെ കാലത്ത് പേർഷ്യൻ സൈന്യം, പാർസികൾ ബാബിലോണിയയിലേക്ക് ഇരച്ചു കയറി ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം പേർഷ്യൻ സാമ്രാജ്യം ഏറ്റെടുത്തു. ആ പേർഷ്യൻ സാമ്രാജ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചക്രവർത്തിയായിരുന്നു സൈറസ് ചക്രവർത്തി. സൈറസ്, വേദത്തിൽ കോരസ് എന്ന് പറയും. സൈറസ്. വേറെ ചക്രവർത്തിയായിരുന്നു ഡേറിയസ് എന്ന് പറയും. ദാറിയൂസ്. വേദോസം പറയുന്നത് ദാര്യാവേശ് എന്നാണ്. ദാര്യാവേശ്. വേറെ ചക്രവർത്തിയായിരുന്നു അർത്ഥശഷ്ട രാജാവ്. അർത്ഥശഷ്ട രാജാവ്. വേറെ ചക്രവർത്തിയായിരുന്നു സേർസസ്, അഹശ്വേരോസ് രാജാവ്. സേർസസ്, XERXES, അഹശ്വേരോസ് രാജാവ്. 127 സംസ്ഥാനങ്ങളുണ്ടായിരുന്നു അന്ന്. ആ സംസ്ഥാനങ്ങൾക്കെല്ലാം ഗവർണേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഗവർണേഴ്സ് ഓരോ നാട് ഭരിക്കും. എല്ലാവരും ചക്രവർത്തി കീഴ്പ്പെട്ടിരുന്നിരുന്നു. എന്നാൽ ആ സാമ്രാജ്യം അസ്തമിച്ചു. പിന്നീട് വന്ന സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യത്തിൻ്റെ ആ ശോഭനമായ കാലത്ത്, സുവർണകാലത്താണ് കർത്താവായ യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുന്നത്. ഇത്രയും പശ്ചാത്തലത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക ചരിത്ര വസ്തുതകൾ. കുട്ടികൾ സ്കൂളിലും കോളേജിലൊക്കെ ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം. ഈ ചക്രവർത്തിമാരുടെ ഭരണകാലമൊക്കെ അറിയാം, അവർ പഠിക്കുന്നുണ്ട്. ഈ വേദപുസ്തകത്തിലെ വാക്കുകൾ നമുക്ക് ഇന്നതിന് വ്യത്യസ്തമായി ദാര്യാവേശ് എന്നുള്ളത് അത് ഡേറിയസ് അല്ലെങ്കിൽ ഡാറിയൂസ് എന്ന് നാം കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നാം ഇന്ന് വേദപുസ്തകത്തിലെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ ചരിത്രവുമായി ഒത്തുപോകുന്നു. ചരിത്രത്തോട് ഒത്തുപോകുന്നു. വേദപുസ്തകം ഭൂമിശാസ്ത്രത്തോട് ഒത്തുപോകുന്നു. വേദപുസ്തകം ഭൂഗർഭഖനന ശാസ്ത്രത്തോട് ഒത്തുപോകുന്നു. ആർക്കിയോളജി, പുരാവസ്തു ഗവേഷണ ശാസ്ത്രത്തോട് അടുത്തു പോകുന്നു. ശാസ്ത്രീയമായ എല്ലാ കാര്യങ്ങളോടും വേദപുസ്തകം ചേർന്നാണ് പോകുന്നത്. വേദപുസ്തകം ഒരിക്കലും എതിരല്ല. ശാസ്ത്രം വളരും തോറും പുതിയ പുതിയ സത്യങ്ങൾ കണ്ടുപിടിക്കും. പക്ഷേ അത് എല്ലാം വേദപുസ്തകത്തിലുണ്ട് താനും. ഇത് വേദപുസ്തകം ശാസ്ത്രഗ്രന്ഥമല്ല. പക്ഷേ ഈ വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നതായ കാര്യങ്ങൾ ഓരോന്നും ചരിത്രവുമായിട്ട് യോജിച്ചു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചരിത്രത്തിലെ ഒരു വലിയ ഭയാനകമായ സംഭവമായിരുന്നു നെബൂഖദ്നേസർ രാജാവിൻ്റെ ആക്രമണം. ബാബിലോണിയൻ ചക്രവർത്തിയായ നെബൂഖദ്നേസർ യെരൂശലേമിലെ ദേവാലയം തകർത്തു കളഞ്ഞു. യഹൂദന്മാർ വർഷങ്ങളായി ആരാധിച്ചുകൊണ്ടിരുന്നതായ ദേവാലയം, യഹൂദന്മാർ ദൈവത്തെ ആരാധിച്ചിരുന്നതായ ദേവാലയം
യഹൂദന്മാരുടെ അവരുടെ ജീവിതത്തിൻ്റെ ഉൾപ്പൊരുൾ മുഴുവൻ ചേർന്നിരിക്കുന്ന അനുഗ്രഹീതമായ ദൈവാലയം, അതെല്ലാം ദേവാലയത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ഇടിച്ച് നിരത്തി കളഞ്ഞു. വാതിലുകൾ ചുട്ടുകളഞ്ഞു, തീ കൊണ്ട് വെന്തുപോയി. യാഗപീഠങ്ങൾ ഇടിച്ചു കളഞ്ഞു, യാഗപീഠത്തിൻ്റെ കല്ലുകളെല്ലാം എറിഞ്ഞു കളഞ്ഞു, എല്ലാം ഉടച്ചു കളഞ്ഞു. ദേവാലയത്തിന് ചുറ്റുണ്ടായിരുന്ന മതിലും തകർത്ത് കളഞ്ഞു. വലിയ ദ്രോഹമാണ് നെബൂഖദ്നേസർ രാജാവ് ചെയ്തത്. പക്ഷേ നെബൂഖദ്നേസർ രാജാവ് ചെയ്യുന്നതിന് ഒരു 400 വർഷം മുൻപ് പ്രവാചകന്മാർ ഇതെല്ലാം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. പ്രവാചകന്മാർ അത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോഴും ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോഴും എല്ലാം വ്യക്തമായിട്ട് അറിയാം ഈ യെരൂശലേം നശിക്കുമെന്ന്. മുൻകൂട്ടി അരുളപ്പാട് കൊടുത്തിരുന്നു. ദൈവം പ്രവാചക മുഖാന്തരം അന്നത്തെ ജനത്തിന് അരുളപ്പാട് കൊടുത്തിരുന്നു. ആ ജനം ആ അരുളപ്പാടുകൾ വിശ്വസിച്ചില്ല. വരാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം പറഞ്ഞത് ജനം വിശ്വസിച്ചില്ല. ഇന്നും അങ്ങനെയാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ നാം കേൾക്കുന്നു, വചനത്തിൽ വായിക്കുന്നു. പക്ഷേ നമ്മിൽ പലരും അതൊന്നും അംഗീകരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഈ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുന്നില്ല. അത് ശരിയാണ്. ഒരു കാലത്ത് ഭൂമി മനുഷ്യരുടെ വർഷത്തെ കൊണ്ട് നിറഞ്ഞപ്പോൾ ഈ ഭൂമിയെ ജീവനുള്ള ദൈവം വെള്ളം കൊണ്ട് കഴുകി. അതാണ് നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം. ഭൂമി മുഴുവൻ വഷളായിപ്പോയി, മുഴുവൻ അഴുക്കായിപ്പോയി. വലിയൊരു സാൻമാർഗീയമായ അധപതനത്തിൻ്റെ കാലമായിരുന്നു. എല്ലാവരും വഷളന്മാരായി തീർന്നു. എല്ലാവരും രാജകൊട്ടാരം മുതൽ പ്രജകൾ വരെ സകലമാന മനുഷ്യരും ലൈംഗിക അരാജകത്വത്തിന് അടിമകളായി തീർന്നു. കൊള്ളരുതാത്ത ജീവിതം തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം 6-ാം അധ്യായത്തിൽ തുടങ്ങുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നതുപോലെ ഇന്ന് ഈ ലോകം അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, തിന്മ നിറഞ്ഞിരിക്കുകയാണ്. ബലാത്സംഗങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ. കൊച്ചുകുട്ടികൾ പോലും ഇന്ന് പ്രേമക്കുരുക്കൾപ്പെട്ട് അഴലുന്നു, ഉഴലുന്നു. കൊച്ചുകുട്ടികൾ 7-ലും 8-ലും 9-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ബോയ് ഫ്രണ്ടുണ്ട്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിപ്പോയി, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അറിയുന്നില്ല, പാവങ്ങൾ, അവർക്ക് അറിഞ്ഞുകൂടാ. അവരുടെ ഹൃദയത്തിൽ വരുന്ന വികാരത്തിൻ്റെ വേലിയേറ്റത്തിൽ തിന്മകളിലേക്ക് അങ്ങനെ കൂപ്പുകുത്തുന്നു. നഷ്ടം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ അതിക്രമം പെരുകി വരുന്ന ഒരു സമയത്ത് ദൈവം ഇനി ഈ ഭൂമിയെ നശിപ്പിക്കും. എങ്ങനെ? തീ കൊണ്ട് കഴുകിയെടുക്കും. ഈ ഭൂമിയെ തീ കൊണ്ട് കഴുകും. ഭൂമി മുഴുവൻ കത്തിപ്പോകും എല്ലാം. അതാണ് വേദപുസ്തകം പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ പത്രോസ്ലീഹ എഴുതി, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന്. കൊടുമുഴക്കത്തോടെ ഭൂമിയിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യുമെന്ന് 2 പത്രോസ് 3-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ കാണാം. ആകാശവും ഇന്ന് കാണുന്ന ഈ അന്തരീക്ഷം എല്ലാം തകർന്നു പോകും, എല്ലാം കത്തിപ്പോകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ വെന്തു പോകും, എല്ലാം കത്തി അഴിയും. ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കണമെന്നാണ് പത്രോസ് പറയുന്നത്. വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അധർമ്മം പെരുകുന്നൊരു കാലം വന്നിരിക്കുന്നു. അവിശ്വാസം നടമാടുന്നു. പലരും ക്രിസ്ത്യാനികളെന്ന് പേര് പറയുന്ന അനേകരും കർത്താവായ യേശുവിനെ വിശ്വസിക്കുന്നില്ല. ക്രിസ്ത്യൻ 2-ാമത്തെ വരവ് വിശ്വസിക്കുന്നില്ല. 1-ാമത്തെ വരവ് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. കുർബാന ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്, പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. അതെല്ലാം മുറയ്ക്ക് നടക്കും. അറിവിൻ്റെ പ്രസംഗങ്ങൾ, ജ്ഞാനത്തിൻ്റെ പ്രസംഗങ്ങൾ. എന്നാൽ അനുഭവം ഇല്ലാതെ പോയിരിക്കുന്നു. അനുഭവമുള്ള യേശുക്രിസ്തുവായിട്ട് സജീവ ബന്ധമുള്ള വചനശുശ്രൂഷകളിൽ നിന്ന് നിലച്ചു പോയിരിക്കുന്നു. ഇന്നത്തെ അസാൻമാർഗികമായ നാശത്തിന്, അപകടത്തിന് വഴിയൊരുക്കുന്നതായ അനേകം കാര്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നാം കാണുന്നു. അതെല്ലാം നാം മൗനമായി സഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാം തകർന്നു പോകുന്നൊരു കാലം വരും. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ യെസ്രായിയുടെ പുസ്തകത്തിൽ നാം കാണുന്ന പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ തകർന്നുപോയ യെരൂശലേം ദേവാലയം പുതുക്കി പണിയുന്നു. തകർന്നു പോയിരുന്നു, പക്ഷേ യെരൂശലേം ദേവാലയം പുതുക്കി പണിയുന്നു. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ അതിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലാക്കുകയുള്ളൂ. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോഴും 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും ഏതാണ് ഈ ആലയം. ഈ ആലയം യെരൂശലേം ദേവാലയം അക്ഷരീയമായ ദേവാലയമാണ്, പള്ളിയാണ്. പക്ഷേ ഇവിടെ വാസ്തവത്തിൽ ആലയം പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ്? ആലയം പ്രതീകവൽക്കരിക്കുന്ന എന്തിനെയാണ്? ആലയം സിംബലൈസ് ചെയ്യുന്നത് എന്തിനെയാണ്?
ആലയം നമ്മെ തന്നെയാണ്. ഞാനാണ് ദൈവത്തിൻ്റെ ആലയം, നാം ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ ആലയം. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ പള്ളിയാണ്. ഈ പള്ളിയിൽ നിന്ന് സുഗന്ധധൂപം പൊങ്ങിക്കൊണ്ടിരിക്കേണ്ടതാണ്. സുഗന്ധധൂപം, സ്തുതി. ഈ ദേവാലയത്തിൽ നിന്ന് സ്തുതി ഉയർന്നുകൊണ്ടിരിക്കേണ്ടതാണ്. നാം ഓരോരുത്തരാണ് ദൈവാലയം. നമ്മുടെ ഓരോ അവയവവും ദൈവാലയത്തിൻ്റെ ഭാഗങ്ങളാണ്. ദേവാലയത്തിൽ പൂജ അർപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആരാധന നടത്തുന്നത് പോലുള്ളതായ ഏറ്റവും സംശുദ്ധമായ അനുഭവമാണ് നമുക്ക് കിട്ടേണ്ടത്, അതാണ് നമുക്ക് ലഭിക്കേണ്ടത്. അത് പക്ഷേ ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ദേവാലയങ്ങളുണ്ട്, മനോഹരമായ ഉത്തുംഗ ഗോപുരങ്ങളുള്ള ദേവാലയങ്ങളുണ്ട്, മനോഹരമായ പ്രാസാദജാലങ്ങളുള്ള ദേവാലയങ്ങളുണ്ട്, മണിമാളികകളുണ്ട്, വളരെ ഉന്നതമായ കുരിശുതൊട്ടികളുണ്ട്, എത്രയോ ലക്ഷങ്ങൾ മുടക്കി പണിയുന്നതായ കുരിശുതൊട്ടികൾ, അല്ല കോടികൾ എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും പഞ്ഞമില്ല. പക്ഷേ ഈ ദേവാലയത്തിൽ ഇന്ന് ആരാധനയുണ്ടോ? ഹൃദയമാകും ദേവാലയം ഇന്ന് ആരാധനയില്ലാതായി തീർന്നിരിക്കുകയാണ്. നമുക്ക് വായിക്കാം 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഇന്ന് ഇംഗ്ലീഷിൽ വേദപുസ്തകത്തിൽ അത് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരം അശുദ്ധമാക്കുന്നതിനെ ദൈവം നശിപ്പിക്കുമെന്നാണ്. ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദറ്റ് ഡിഫൈലത്ത് മൈ ടെമ്പിൾ. ഐ വിൽ ഡിസ്ട്രോയ് ഹിം, ഞാനവനെ നശിപ്പിക്കും. ആരെ? ഡിഫൈലത്ത് മൈ ടെമ്പിൾ, എൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്നത് ഞാൻ നശിപ്പിക്കും. ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദറ്റ് ഡിഫൈലത്ത് മൈ ടെമ്പിൾ. എൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്നതിനെ ഞാൻ നശിപ്പിക്കും. ഈ ആലയം വിശുദ്ധമല്ല. അതാണ് അടുത്ത വാക്യം. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമല്ലോ. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. പ്രിയപ്പെട്ടവരെ നോക്കൂ, ഈ ആലയം പുതുക്കി പണി എന്തിനാണ്? വിശുദ്ധാലയമായി തീരാനാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്, നശിച്ച് കിടക്കുകയാണ്. ആലയത്തിലെ ഓരോ ഭാഗവും അശുദ്ധി നിറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, നമ്മുടെ ശരീരത്തിൽ കണ്ണുകൾ വിശുദ്ധമാണോ? ഈ കണ്ണിൽ അഹങ്കാരം സ്ഫുരിക്കുന്നുണ്ടോ? കണ്ണിൽ സ്വാർത്ഥത നിഴലിക്കുന്നുണ്ടോ? കണ്ണിൽ ദ്രവ്യാഗ്രഹം നിഴലിക്കുന്നുണ്ടോ? കണ്ണിൽ അസൂയ നിഴലിക്കുന്നുണ്ടോ? കണ്ണിൽ അശുദ്ധി നിഴലിക്കുന്നുണ്ടോ? അശുദ്ധി നിറഞ്ഞ കണ്ണുകൾ, അശുദ്ധി കാണാൻ ബന്ധപ്പെടുന്ന കണ്ണുകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ട് വിട്ടുപോയാൽ പോരാ. ഇത് വെറുതെ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ ചിന്തിക്കുന്നൊരു സമയം വരും. വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ ചിന്തിക്കുന്നൊരു സമയം വരും. പക്ഷേ അത് ലേറ്റായി പോകും. അന്ന് ചിന്തിച്ചതുകൊണ്ട് പ്രയോജനമില്ലാതായി തീരും. ഇന്ന് പിശാചിന് നമ്മുടെ അവയവങ്ങൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അനേകർ. സ്നേഹിതരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതം പിശാചിന് വിട്ടുകൊടുത്തിരിക്കുകയാണോ? നിങ്ങളുടെ കണ്ണുകളിൽ പിശാച് പ്രവർത്തിക്കുന്നുണ്ടോ? കണ്ണിൻ്റെ നോട്ടം വിശുദ്ധമാണോ? ആ കണ്ണിൻ്റെ നോട്ടം എളിമയുള്ളതാണോ? കണ്ണിൻ്റെ നോട്ടം സ്നേഹമുള്ളതാണോ? വിനയമുള്ള സ്നേഹം, ദൈവസ്നേഹമുള്ളതായ കണ്ണ് അത് നമ്മുടെ കണ്ണിൽ നിഴലിക്കുന്നുണ്ടോ? അഹങ്കാരം സ്ഫുരിക്കുന്നതായ നോട്ടങ്ങൾ. ഞാൻ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്നൊരു ഭാഗം വായിച്ചു. 30-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. 30-ാം അധ്യായം 10-ാം വാക്യം മുതലും പിന്നീട് 17-ാം വാക്യം വായിക്കുമ്പോൾ കാണാം. നമുക്ക് വായിച്ച് കേൾക്കാം. സദൃശവാക്യം 30-10 വാക്യം. ദാസനെക്കുറിച്ച് യജമാനോട് ഏഷണി പറയരുത്. അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരരുത്. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. അപ്പനെ ശപിക്കുന്നു, അപ്പനെപ്പരാകുന്നു, അപ്പനൊരു ശല്യമായിട്ട് തോന്നുന്നു, അപ്പനെപ്പരാകുന്നു. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും. അവർക്ക് തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ പറയട്ടെ, അനേകം കുട്ടികൾ അവരുടെ ചെറുപ്രായത്തിൽ അപ്പനോടും അമ്മയോടും വലിയ സ്നേഹമാണ്, വാത്സല്യം നിറഞ്ഞൊഴുകുന്ന അപ്പൻ്റെ അമ്മയുടെ പെരുമാറ്റം കൊണ്ടവർ അങ്ങ് ഉള്ളിൽ ചേർന്നവരോട് പറ്റി സ്നേഹിച്ച് നിൽക്കുകയാണ്. എന്നാൽ കുറച്ചുകൂടി പ്രായമായി ഒരു കൗമാര പ്രായത്തിലേക്ക് എത്തുമ്പോൾ ഈ അപ്പനും അമ്മയും അവരുടെ ഒന്നാമത്തെ ശത്രുക്കളായി മാറും. അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് വിലങ്ങടിയാണെന്ന് അവർക്ക് തോന്നുന്നു. അവർക്ക് ഒരു വേലിക്കെട്ട് വയ്ക്കുകയാണെന്ന് തോന്നുന്നു. അവർ ജയിലിടുകയാണെന്ന വിചാരം. അപ്പനും അമ്മയും അത് കഴിഞ്ഞാൽ അധ്യാപകരും ആ കുട്ടികളുടെ ശത്രുക്കളാണെന്ന് തോന്നുന്നു അവർക്ക്. യൗവന പ്രായത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അപ്പനോടുള്ള സ്നേഹവും അമ്മയോടുള്ള സ്നേഹവും മാറി ദി അതർ സെക്സ്. ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടുള്ളതായ സ്നേഹമായി മാറി അതർ സെക്സ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആ കാലങ്ങളിലുണ്ടായ സ്വഭാവ പരിണാമം കണ്ണുകളിൽ നിഴലിക്കുന്നു. അപ്പനെ ശപിക്കുന്നു. ശല്യമായല്ലോ ഈ മനുഷ്യൻ. അമ്മ
എപ്പോഴും വിലങ്ങുകയാണല്ലോ, എന്തും എപ്പോഴും പ്രാർത്ഥിക്കുക, ഏത് ദിവസം വായിക്കുക, പഠിക്കുക എന്നൊക്കെ പറയുന്നു. അമ്മ ഒരു ശല്യമായല്ലോ. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. അശുദ്ധി കഴുകിക്കളയുന്നില്ല. അവർക്ക് അശുദ്ധി കഴുകിക്കളയാൻ അമ്മയും അപ്പനും ഉപദേശിക്കുന്നുണ്ട്. അവർ കഴുകിക്കളയുകയില്ല. അശുദ്ധി കഴുകിക്കളയാത്തൊരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു! ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു! അഹങ്കാരം കൊണ്ട് നിറഞ്ഞ കണ്ണുകളാണ്. തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു! അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു! കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു! അഹങ്കാരവും ധിക്കാരവും നിഴലിക്കുന്നതായ നോട്ടങ്ങൾ. അപ്പൻ്റെ നേരെയാണെങ്കിലും അധ്യാപകരുടെ നേരെയാണെങ്കിലും ധിക്കാരപൂർവ്വമാണ് പെരുമാറ്റങ്ങൾ. അഹങ്കാരത്തോടെയാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവരും അങ്ങനെയല്ല. നല്ല കുട്ടികളുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അനേകരും എന്നാൽ അപ്പനെയും അമ്മയെയും ശപിക്കുകയും പ്രാകുകയും ചെയ്യുന്ന മക്കൾ, അധ്യാപകരെ വെറുക്കുന്ന മക്കൾ, അധ്യാപകരെ പരിഹസിക്കുന്ന മക്കൾ. പ്രിയപ്പെട്ടവരെ, വീണ്ടും വായിക്കുമ്പോൾ കാണാം, ദൈവത്തിന് സ്തോത്രം. വായിക്കാം 17-ാം വാക്യം. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരകത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും ആ കണ്ണ് കൊത്തിപ്പറിക്കും. കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. എന്താണ് ഈ പറഞ്ഞത്? കഴുകൻ കുഞ്ഞുങ്ങളും തോട്ടരത്തെ കാക്കയും പിശാചിൻ്റെ ദുരാത്മാക്കളുടെ പ്രതീകമാണ്. ദുരാത്മാക്കൾ പിടികൂടും. നമ്മുടെ ഓരോ അവയവവും. നാവ് എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു? നാവ് സ്നേഹത്തിൻ്റെ വാക്കുകളാണോ തരുന്നത്? മധുര വാക്കുകളാണോ? ഒന്ന് ചിന്തിക്കൂ, ഒരു നിമിഷം ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. വളരെ ലളിതമായ കാര്യം പറയാം. നിങ്ങൾ ഒരിടത്ത് ജോലി ചെയ്യുന്നു, ഔദ്യോഗികമായി ജോലി ചെയ്യുകയാണ്. ആ ജോലി നിങ്ങൾക്ക് തന്ന ജോലിയുടെ ഉടമസ്ഥനെ നിങ്ങൾ പരിഹസിച്ചുകൊണ്ട് പരസ്പരം സംസാരിക്കുന്നു എന്നാൽ എത്രയോ ഭയാനകമാണ്. കൂട്ടായ്മയിലുള്ളവർ തന്നെയാണ് ഈ പറയുന്നത്. കൂട്ടായ്മയിലുള്ളവരുടെ കാര്യമായി പറയുന്നത്. ജോലി തന്നവരും നിങ്ങൾക്ക് ഇന്നും ശമ്പളം തന്നുകൊണ്ടിരിക്കുന്നവരുമായ ആ ഉടമയെ നിങ്ങൾ പരസ്പരം സംഭാഷണം ചെയ്ത് പരിഹസിക്കുന്നു. കൂട്ടായ്മയിൽ വരുന്നവരാണ് പോലും. അതാണ് സങ്കടം. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ. ഓർക്കൂ, ഒരു നിമിഷം ചിന്തിച്ചാൽ മതിയായിരുന്നു. ഒരു നിമിഷം. എൻ്റെ കർത്താവേ, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, വചനം കേട്ടിട്ടുണ്ടല്ലോ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. വചനമാണ്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിച്ചോ? ചിന്തിക്കണം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ലളിതമായൊരു കാര്യം പറയാം. എനിക്ക് MA ഡിഗ്രി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അപ്പോയിൻറ്റ്മെൻറ്റ് പത്തനംതിട്ട കോളേജിലായിരുന്നു. പത്തനംതിട്ട കോളേജിൽ എന്നെ അപ്പോയിൻറ്റ് ചെയ്തു. എന്നാൽ ആ വർഷം തന്നെ കോലഞ്ചേരി കോളേജ് തുടങ്ങിയതുകൊണ്ട് എനിക്ക് കോലഞ്ചേരി കോളേജിലേക്ക് വരാൻ പറ്റി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, ആ സ്ഥാപനം ഉണ്ടാക്കിയ ഉടമകളോട് എനിക്ക് നന്ദിയുണ്ട്. പത്തനംതിട്ട കോളേജിൽ എനിക്ക് പഠിപ്പിക്കാം, ജോലി ചെയ്യാം. ഒരുപക്ഷെ കോലഞ്ചേരി കോളേജിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന നിലവാരമുള്ള കോളേജാണ് താനും. പക്ഷേ ഞാൻ പിന്നെ ഈ വീട് വിട്ടങ്ങ് പോകണ്ടേ? അവിടെ പോയി താമസിക്കണ്ടേ? പ്രായമായി അമ്മ ഇവിടെയുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് അവിടെ സ്കൂളിൽ ജോലിയുണ്ട്. ഞാനും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ആരുണ്ട്? വാസ്തവത്തിൽ ഞാൻ ചിന്താക്കുഴപ്പത്തിലായിരുന്നു. എങ്കിലും കോളേജിൽ ജോലി ചെയ്യണമെന്നുള്ളതുകൊണ്ട് അവിടെ പോയി ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് കോളേജിൻ്റെ അധികൃതർ എന്നോട് പറഞ്ഞത്, നീ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ കോളേജ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എനിക്കവരുടെ നന്ദിയുണ്ട്. ആ സ്ഥാപനത്തോട് നന്ദിയുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ ഉടമകളോട് നന്ദിയുണ്ട്. ആ സ്ഥാപനം സ്ഥാപിച്ചവരോട് നന്ദിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നാം എവിടെ ജോലി ചെയ്യുന്നോ അവിടെ വിശ്വസ്തരായിരിക്കണം. ഈ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഒരിക്കലും തിന്മയായതിനു വേണ്ടി ഉപയോഗിച്ചു പോകരുത്. തിന്മയ്ക്ക് വേണ്ടി, അശുദ്ധിക്ക് വേണ്ടി ഉപയോഗിച്ചു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, അങ്ങനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എങ്ങനെ ദൈവത്തിന് വചനം പറയും? ഈ നാവ് ആരെയെങ്കിലും ദുഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് എങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയും? ദൈവത്തിൻ്റെ വചനം പറയേണ്ട നാവല്ലേ ഇത്? ദൈവത്തെ സ്തുതിക്കേണ്ട നാവല്ലേ ഇത്? കളിയാണോ? ഓർക്കുക, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയം അശുദ്ധമാക്കരുത്. ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദാറ്റ് ഡിഫൈലeth the temple. 1 കൊരിന്ത്യർ 6:19 വായിക്കാം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. ദൈവത്തിൻ്റെ ദാനമാണ് ഈ ശരീരം. ദൈവത്തിൻ്റെ ദാനമായി
നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു ഈ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. ദൈവം ഒന്നും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി. നാം നമുക്കുള്ളവരല്ല. ഈ ഒരു ബോധം നമ്മെ ഭരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദേവാലയം പുതുക്കി പണിയുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, ദേവാലയം പുതുക്കി പണിയാനൊരു പുതിയ സമർപ്പണം നിങ്ങൾക്ക് എടുക്കാമോ? നിങ്ങളുടെ ജീവിതത്തിലെ പാകപ്പിഴകളെല്ലാം ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ കയറ്റി പറഞ്ഞ് ഉപേക്ഷിക്കാമോ? ഈ ആലയം വിശുദ്ധമായി ഞാൻ സൂക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമോ? ഇത് അഴുക്ക് പകരാനുള്ളതല്ല. ഈ വായിൽ മദ്യം പകരാനുള്ളതല്ല. ഈ വായി അശുദ്ധ വാക്കുകൾ പറയാനുള്ളതല്ല. ഈ കൈ അശുദ്ധി തൊടാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതല്ല. കർത്താവേ, എൻ്റെ ശരീരത്തിലെ ഓരോ അവയവവും വിശുദ്ധ പാത്രങ്ങളാണ്, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളാണ്. ഈ പാത്രങ്ങൾ അശുദ്ധമായി പോകാൻ പാടില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാമോ? ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ദേവാലയമായി നിങ്ങളുടെ ശരീരം തീരുവാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കാമോ? ദാഹിക്കാമോ? ശരീരം ക്രിസ്തുവിന് വിട്ടുകൊടുക്കാമോ? ഈ ശരീരങ്ങൾ കോപിക്കാൻ പാടില്ല. നാം പാത്രങ്ങൾ വലിച്ചെറിയുകയോ കതക് മുറുകി അടച്ച് പൊട്ടിക്കുകയോ ചെയ്യാൻ പാടില്ല. ദേഷ്യം സഹിക്കുകയോ ചെയ്യാതെ ഭാര്യയോടോ അമ്മയോടോ കോപിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ നിമിഷവും ജീവിക്കാൻ. കാരണം ഈ ആലയം പരിശുദ്ധമാണ്. ഈ ആലയം വിശുദ്ധമായി സൂക്ഷിച്ചുകൊള്ളണം. ഒരിക്കലും കോപിച്ചൊരു വാക്ക് പറയരുത്. ഒരിക്കലും ആരെയും ഉപദ്രവിക്കുന്നൊരു വാക്ക് പറയരുത്. ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തുന്നൊരു വാക്ക് പറയരുത്. ഒരിക്കലും ആരെയും വേദനിപ്പിക്കുന്നൊരു വാക്ക് പറയരുത്. ഒരിക്കലും ആരെയും നൊമ്പരപ്പെടുത്തുന്നതായ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഒരു ചെറിയ കാര്യം പോലും വരരുത്. എപ്പോഴും സൂക്ഷിച്ചു കൊള്ളണം. കാരണം ഈ ആലയം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. സ്നേഹിതരെ, നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റുമോ? ഒരു സെക്കൻഡ് നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾ ചിന്തിക്കൂ, എനിക്ക് പറ്റുമോ അങ്ങനെ തീരുമാനം? ഇനിമേലിൽ എൻ്റെ ഈ ശരീരം അശുദ്ധിക്ക് വിട്ടു കൊടുക്കുകയില്ല. മദ്യം പകരുകയില്ല, ഒരു തുള്ളി പോലും പകരുകയില്ല. മദ്യം കുടിക്കുന്നതിനൊക്കെ ചേർന്ന് ഇരിക്കുകയില്ല. ചീട്ടുകളി സംഘങ്ങളിൽ പോയി ഇരിക്കുകയില്ല. വെറിക്കൂത്തുകളുടെ കൂടെ ഞാൻ പോവുകയില്ല. കരുണയുള്ള കർത്താവേ, തിന്മയ്ക്ക് എൻ്റെ ജീവിതം ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അശുദ്ധ സാഹചര്യങ്ങളിലേക്ക് ഞാൻ പോവുകയില്ല. കർത്താവേ, എൻ്റെ ജീവിതം വിശുദ്ധമായി ഞാൻ സൂക്ഷിക്കും. ഏറ്റവും പരിശുദ്ധമായി ഞാൻ സൂക്ഷിക്കും. തീരുമാനിക്കാമോ? നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ തീരുമാനം എടുക്കാമോ? എങ്കിൽ ക്രിസ്തുവിൻ്റെ കരം നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങും. സത്യാരാധന തുടങ്ങും. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് ദൈവത്തെ വീണ്ടും സ്തുതിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരെയും കാണുന്നതിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും അവിടെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തൊടുന്നതിനായി സ്തോത്രം. എല്ലാവരും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അപ്പോൾ അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഞങ്ങളെ അനുഗ്രഹീതമായ നല്ല ജീവിതത്തിലേക്ക് നയിക്കണമേ എൻ്റെ കർത്താവേ. ശോഭനമായ നല്ല കാലങ്ങൾ നിങ്ങൾ തരണമേ കർത്താവേ. രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവേ. ഹോസ്പിറ്റൽ രോഗിയെ കിടക്കുന്നവരെ നീ സന്ദർശിക്കണമേ കർത്താവേ. എൻ്റെ ജീവനുള്ള ദൈവമേ, മനോഭാവത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ കർത്താവേ. ഉള്ളിൽ വിതുമ്പിക്കൊണ്ടിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ കർത്താവേ. എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.